വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മേക്ക് ഓവർ ഉണ്ട്, ഒരു ബ്രൈഡിന്റെ മേക്ക് ഓവർ ഉണ്ട്, ഒരു ഷൂട്ടിംഗ് ഡേ ഇൻ മൈ ലൈഫ് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ മേക്ക് ഓവർ വരുന്നത് പാർലറിന്റെ ഇടമുട്ടത്തുള്ള ദേബൂസ് ബ്രൈഡലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പൊ പോകണം. ചേച്ചി ഒരു 12 മണി ആകുമ്പോഴേക്കും എത്തണം പറഞ്ഞത് കേട്ടോ. പക്ഷെ ഇവിടെ നല്ല മഴക്കാരും മഴയാണ്, അതുകൊണ്ട് കുറച്ച് ഇപ്പൊ 12 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അച്ഛനും അമ്മേനും കൊണ്ടാണ് പോണത്. കാരണം ഞാൻ മേക്കപ്പിന് ഇരിക്കുമ്പോൾ ഉണ്ണികളെ നോക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മേനും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നേരെ പോണത് എൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് അച്ഛനും അമ്മേനെയും ഉണ്ണികളെ എത്തിയിട്ട് നിഖിൽ ചേട്ടൻ എന്നെ പാർലറിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും. പിന്നെ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ തുടർന്ന് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇന്നത്തെ ദിവസമാണെങ്കിൽ നല്ല മഴയായിരുന്നു. ഒരാഴ്ചത്തോളം വെയിലുണ്ടായിട്ട് ഇന്നത്തെ ദിവസം നല്ല അടച്ചു പിടിച്ച മഴ കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് ചത്തു. ഇത് എന്താവെന്ന് വിചാരിച്ചു. നമ്മൾ ഷൂട്ട് പിണക്കത്തിലാണല്ലോ. ഹായ് പറഞ്ഞ മോൻ, ഹായ് പറഞ്ഞ കണ്ടാ. അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും കൂട്ടിയിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ എൻ്റെ വീട്ടിലിറക്കും, ഉണ്ണികളെ ഇറക്കും. അപ്പോൾ നിഖിൽ ചേട്ടൻ ഉണ്ടാവും. അതുകൊണ്ട് നിഖിൽ ചേട്ടൻ എന്നെ നേരെ പാർലറിൽ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് വരാനാണ് പ്ലാൻ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പാർലർ. അതുകൊണ്ട് ഇവരെ വീട്ടിലാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വരാമല്ലോ എന്നുള്ളൊരു പ്ലാനിലാണ്. പിന്നെ അച്ഛനും അമ്മേൻ്റെ കൂടെ രണ്ടുപേരും ഇരുന്നോളും. പിന്നെ സ്ട്രീമുണ്ട്, പിന്നെ എൻ്റെ മേമരം മോനുണ്ട്. പിന്നെ എന്നെ എന്തായാലും അവിടെ ആക്കിയിട്ട് എന്തായാലും നിഖിൽ ചേട്ടൻ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻ കുറവാണ്. കാരണം ഒരു സ്വസ്ഥമായിട്ടിരിക്കാം. ഞാനിങ്ങനെ കുറേ നാളായിട്ട് ആലോചിക്കും ഇത് എന്താ ചെയ്യുക, ഇങ്ങനത്തെ ഷൂട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കാര്യം. അപ്പൊ ഇപ്പൊ ഒരു അച്ഛനമ്മ എൻ്റെ സെറ്റാണ്. അടുത്ത എൻ്റെ വീട് ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസം. അച്ഛനമ്മയ്ക്കായാലും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം. ശരിട്ടമ്മ, ഞാൻ അവിടെ പാർലറിൽ പോയിട്ട് വരാം അമ്മ. ബൈ. അപ്പൊ ഇതാണ് നമ്മുടെ അഗാരോടെ കോഡ്ലെസ് കാർ വാക്വം ക്ലീനർ. ഈ കാണുന്ന റൗണ്ട് ടൈപ്പിലുള്ള പുഷ് ബട്ടൺ അമർത്തി ഡസ്റ്റ് റിമൂവൽ പാർട്ട് നമുക്ക് മെയിൻ യൂണിറ്റിൽ നിന്ന് വേർപെടുത്താവുന്നതാണ്. ഇതിന്റെ അകത്തായിട്ട് വാഷബിൾ ആയിട്ടുള്ള സ്റ്റീലിൽ വരുന്ന ഒരു ഫിൽറ്റർ കൂടി ഉണ്ട്. ഈ കാണുന്ന ഭാഗത്താണ് ഇതിന്റെ ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ പവർ ഓൺ പവർ സ്വിച്ചും അതിന് തൊട്ട് താഴെ വരുന്നുണ്ട്. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ചാർജ് ഉണ്ട് കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ നമുക്ക് ഇതിന്റെ കൂടെ എക്സ്റ്റൻഷൻ സോഫ്റ്റ് ഹോസും അതേപോലെ തന്നെ മൾട്ടിപർപ്പസ് ക്ലീനിങ് ബ്രഷും പിന്നെ വരുന്നതാണ് ക്രിവൈസ് നോസിലും അവൈലബിൾ ആണ്. പിന്നെ ഒരു ബ്രഷ് ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടി പർപ്പസ് ബ്രഷ് കൊണ്ട് നമുക്ക് കാറിൻ്റെ AC വെൻ്റ് ഉണ്ടല്ലോ, AC വെൻ്റ് ഏരിയ, അതേപോലെ ഡാഷിൻ്റെ സൈഡ് ഇവിടെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര സുഖമുണ്ടാകും. ക്രിവൈസ് നോസിൽ വെച്ചിട്ട് നമ്മുടെ സീറ്റിൻ്റെ ഇടയിലൊക്കെ വരുന്ന ഈ ഭാഗങ്ങളൊന്നും സാധാരണ നമ്മൾ ഒട്ടും ക്ലീൻ ചെയ്യാത്ത ഏരിയാസ് ആയിരിക്കുള്ളൂ. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം അവിടെ അകത്തോട്ട് കറക്റ്റായിട്ട് എത്തുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും ക്ലീൻ ചെയ്യാൻ വിട്ടുപോകുന്ന മടി കാണിക്കുന്ന ഏരിയാസൊക്കെ നമുക്ക് ഈ എക്സ്റ്റൻഷൻ ഹോസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ മാറ്റിൻ്റെ താഴെയൊക്കെ വരുന്ന ഈ മണ്ണും അതേപോലെ തന്നെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, പിള്ളേരൊക്കെ തിന്നിട്ടിടുന്നതെല്ലാം ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാകും. വാക്കത്തിൻ്റെ അകത്ത് ഈ ഡസ്റ്റ് കളയാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഉരുക്കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററും കാര്യങ്ങളും ഇത് കണ്ടാൽ നമ്മൾ ഇത്രയും നേരം എടുത്ത കംപ്ലീറ്റ് ഡസ്റ്റും പോകുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഫിൽറ്റർ നല്ല രീതിയിൽ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇത് വാഷബിൾ ആണെന്ന് പറഞ്ഞല്ലോ, വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഗാരോടെ കാർ വാഷറാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കാറ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് ഈ കാണുന്ന അത്രയും ആക്സസറീസാണ് ഈ ബോക്സിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഈ കാണുന്ന പോർഷനിലാണോ നമ്മുടെ ഔട്ട്ലെറ്റിൻ്റെ ഹോസ് കണക്ട് ചെയ്യുന്ന ഏരിയ. ബാക്ക് സൈഡിലായിട്ട് ഷാമ്പൂ ബോക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഫോം ബോക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് കാർ ഷാമ്പൂ നിറച്ചതിന് ശേഷം കറക്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യുക. ഇൻലെറ്റ് ഫിൽറ്ററിലേക്ക് ഹോസ് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ടിക്ന്നൊരു സൗണ്ട് കേൾക്കാവുന്നതാണ് കറക്റ്റ് ലോക്കായി എന്നുള്ളത്. ഈ പ്രഷർ ഗണ്ണിലാണെന്നുണ്ടെങ്കിൽ ഫ്ലോ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആരിലൊക്കെ എടുത്ത് കളിക്കാതിരിക്കാൻ, പിള്ളേരൊക്കെ എടുത്ത് കളിക്കാതിരിക്കാൻ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ കാർ വാഷ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റബിൾ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡിന് വെള്ളം വരാൻ അതുപോലെ തന്നെ ഫോം കറക്റ്റായിട്ട് എടുക്കാനുള്ള 2 പോർഷൻ തിരിച്ചു കഴിഞ്ഞാലാവും. അപ്പോൾ കണ്ടില്ല, കറക്റ്റായിട്ട് ഫോം നമ്മുടെ കാറിലേക്ക് കറക്റ്റ് വീഴുന്നുണ്ട്. നല്ല രീതിയിലാണ്, നല്ല ഫോഴ്സ് കുറഞ്ഞ രീതിയിലേക്കാണെങ്കിൽ ഫോഴ്സ് കുറഞ്ഞ രീതിയിലും, ഫോഴ്സ് കൂട്ടി അടിക്കണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് കൂട്ടി അടിക്കാൻ നമുക്ക് ഇതുകൊണ്ട് പറ്റുന്നതാണ്. ഫോമിൽ നിന്ന് വെള്ളത്തിലേക്ക് മാറ്റാനായിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് നിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫോം അടിച്ച് വെച്ചതെല്ലാം അഴുക്കോട് കൂടി തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാർ അടിപൊളിയായിട്ട് ക്ലീൻ ആൻഡ് നീറ്റായി എന്ന് പറയാം. നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് നോസിൽ മാറ്റിയിട്ട് ടർബോ നോസിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത്. കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രഷറും കാര്യങ്ങളും വന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ടർബോ നോസിൽ വെച്ചാണ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇതും ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ.
നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ അഗാരോയുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. ബോക്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് മെയിൻ യൂണിറ്റും 4 സെൻസേഴ്സ് ആണ് വരുന്നത്. യൂണിറ്റിന്റെ സൈഡിലായിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിംഗ് പോർട്ട് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബട്ടൺ 8 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻസർ പെയർ ചെയ്യാവുന്നതാണ്. സെൻസേഴ്സ് ഫിറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കൂടെ തന്നിരിക്കുന്ന ബോൾട്ടും കൂടി ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല ബോൾട്ട് യൂസ് ചെയ്യാൻ പറയണത്. ബോൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സെൻസർ ആർക്ക് വേണമെങ്കിലും ഊരിയെടുക്കാവുന്നതാണ് കേട്ടോ. ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂളും നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. 4 സെൻസറും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് നമ്മുടെ കറക്റ്റ് പ്രഷർ ഇതിൽ കാണിക്കുന്നതാണ്. കാറിൻ്റെ ഡാഷിൽ നല്ല സുഖമായി ഒട്ടിക്കാൻ വേണ്ടി ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറും ഇതിൻ്റെ ഒപ്പം തരുന്നുണ്ട്. അടുത്തൊരു ഐറ്റം നമുക്ക് കാറുള്ളവർക്ക് നല്ലതാണ്, 2 വീലർ ഉള്ളവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. അഗാരോയുടെ പോർട്ടബിൾ ടയർ ഇൻഫ്ലക്ടർ ആണ്. മെയിൻ യൂണിറ്റിൽ എയർ ഹോസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിഗരറ്റ് ലൈറ്റ് കേബിള്, പിന്നെ വരുന്നതാണ് ടൈപ്പ് സി കേബിളും വാൽവ് നീഡിൽസുകളാണ് വരുന്നത്. ഇത് നമുക്ക് ഫുട്ബോളും സൈക്കിളിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. മെയിൻ യൂണിറ്റിൽ പ്രീസെറ്റ് ആയിട്ട് തന്നെ കുറച്ച് എയർ പ്രഷറുകൾ വരുന്നുണ്ട്. കാറ്, അതേപോലെ തന്നെ ബൈക്ക്. ഇതിൽ തന്നെ ഒരു ടോർച്ചും വരുന്നുണ്ട്. ഈ ടോർച്ച് നമുക്ക് ഹസാർഡായിട്ട് ഉപയോഗിക്കാം. രാത്രി നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ കാറിലെ എയർ എന്തോരം വേണം എന്നുള്ളതാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ടയറിൽ എത്രത്തോളം പ്രഷർ ഉണ്ടെന്നുള്ളതും അത് മോണിറ്ററിൽ കാണിക്കുന്നുണ്ട്. നേരെ ജസ്റ്റ് ഈ ഓൺ ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാരി ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. എന്നോട് ചേച്ചി ഒരു 12 മണിക്ക് എത്താൻ പറഞ്ഞതായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ, കാരണം ഒരു 2.5-3 മണിക്കൂറോളം വേണ്ടി വരും. എത്രത്തോളം സമയം കിട്ടണോ അത്രയും നമുക്ക് എന്താ പറയുക ബ്രൈഡിൻ്റെ മേക്കപ്പ് ചെയ്യാനായിട്ട് തികയില്ലെന്നാണ് ചേച്ചി പറയാറ്. വന്നിട്ട് പിന്നെ അധികം വർത്താനം പറയാനൊന്നും നിന്നില്ല. ചേച്ചി നേരെ പിടിച്ച് ജാക്കറ്റൊക്കെ മറിച്ചു. ആദ്യം തന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചേച്ചിമാരുണ്ട്. പിന്നെ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചേച്ചി വേഗം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചേച്ചി ആദ്യം എൻ്റെ ഫേഷ്യൽ ഹെയർസ് കുറച്ച് എടുത്തുട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ബ്ലീച്ചോ ഫേഷ്യലൊന്നും ചെയ്യാത്തതുകൊണ്ട് ഹെയർസ് നല്ല ഡാർക്കായിട്ട് കാണാം. അപ്പോൾ ചേച്ചി അതൊന്ന് കുറച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് 2 ചേച്ചിമാർ, സത്യം പറഞ്ഞ ചേച്ചിമാരുടെ പേര് ഞാൻ മറന്നു പോയിട്ട്, ചേച്ചിമാരെൻ്റെ ഹെയർമ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രജി ചേച്ചിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആട്ടോ. കാരണം എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് ചേച്ചിനായിട്ടും. അതേപോലെ തന്നെ ചേച്ചിയുടെ മേക്കപ്പ് ആയാലും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇത് ഇതാകുമ്പോൾ ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫാനിനേക്കാളും അല്ലേ? നിങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല? ഞങ്ങൾ കട്ട്ലേറ്റ് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ ഫേസിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും കമ്മലും ഒരു മാലൊക്കെ ഇട്ടും, മീൻസ് എങ്ങനെ ഇണങ്ങുന്നുണ്ടോ, ഇതിട്ടതിന് ശേഷം നമുക്ക് മേക്കപ്പിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചി ഐഷാഡൊക്കെ ഇടാണ്. ചേച്ചി അല്ലാതെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഓവറായിട്ട് ചെയ്യില്ല. അല്ലാതെ നമ്മുടെ ഫേസിന് ഇണങ്ങിയ പോലെ ചെയ്യുക കേട്ടോ. അതല്ലാതെ എടുത്ത് നിൽക്കണ പോലെയോ അങ്ങനെയൊന്നല്ല. നല്ല ആപ്റ്റായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഹെയർ എൻ്റെ ഏകദേശം അവർ ക്രിംപ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫേസിൻ്റെ കഴിഞ്ഞിട്ട് വേണം ഹെയറിൻ്റെ ചെയ്യാനായിട്ട്. ഫേസിൻ്റെ ഒരു മുക്കാൽ ഭാഗം സെറ്റായപ്പോൾ ചേച്ചി നേരെ തന്നെ സാരിയും കൂടി ഇടിപ്പിച്ചിട്ട് നമുക്കിനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നോക്കാം. ചേച്ചി ഓവറോൾ അതല്ലാതെ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് സാരി ഇട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഫേസിന് അത് ഇണങ്ങില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് ചേച്ചി സാരിയും അതേപോലെ തന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് ഇട്ട് ചേച്ചി എനിക്ക് ഏത് സ്റ്റൈൽ മുടി കെട്ടണം അല്ലെങ്കിൽ എന്തൊക്കെ മേക്കപ്പിൽ ചേഞ്ച് വരുത്തണം എന്ന് ചേച്ചി നോക്കണത് കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് ചേച്ചിക്ക് സാരിയൊക്കെ കൊണ്ടു കൊടുത്തിരുന്നു. അപ്പോൾ ചേച്ചി അടിപൊളിയായിട്ട് സാരി ട്രാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്ലീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്കറിയാത്തൊരു സംഭവം ഇതാട്ടോ, സാരിയുടെ ഈ ഞൊറി പിടിക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു ഞൊറി പിടിച്ച സാരി ഞാൻ എടുത്തപ്പോൾ. അപ്പോൾ സാരി എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുട്ടിയൊക്കെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. എനിക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് ചേരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ചുട്ടിയൊക്കെ വെച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ടാണ്. കാരണം എനിക്ക് സൈഡ് വാച്ചിലെടുക്കണോ അല്ലെങ്കിൽ നേർവാച്ചിലെടുക്കണോ. അപ്പോൾ സൈഡ് വാച്ചിലെടുക്കുമ്പോൾ ചേച്ചിമാർ പറഞ്ഞു അതും ഭംഗിയുണ്ട്, നേർവാച്ചിലെടുക്കുമ്പോൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഒട്ടും എടുക്കാത്തൊരു സംഭവമാണ് ഈ നേർവാച്ചിൽ. സൈഡ് വാച്ചിലെടുക്കും കുറച്ച് മോഡേൺ ലുക്കും, നേർവാച്ചിലെടുക്കും കുറച്ച് ട്രഡീഷണൽ ലുക്കും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ചേച്ചി പറഞ്ഞു നേർവാച്ചിലെടുക്കാം, കാരണം ഞാൻ അധികം നേർവാച്ചിലെടുക്കാത്തതാണല്ലോ. അപ്പോൾ നേർവാച്ചിലെടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡും പഫ് ചെയ്തിട്ട് ലൈൻസ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ രസമുണ്ട് കേട്ടോ. എനിക്കും ഇഷ്ടമായി, കാരണം ഞാൻ ഒട്ടും നേർവാച്ചിലെടുക്കൂല, എപ്പോഴും ഞാൻ സൈഡ് വാച്ചിലെടുക്കുള്ളൂ. പക്ഷെ അപ്പോൾ അവരും പറഞ്ഞു ഇതാണ് ഭംഗിയെന്ന് പറഞ്ഞു. മുടി ഇങ്ങനെ ബാക്കിൽ പിന്നിടാന്നാണ് വിചാരിക്കുന്നത്, ഒരു 4 മടച്ചിൽ മടഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മുല്ലപ്പൂ വെക്കേണ്ട, മുല്ലപ്പൂവിന് പകരം വേറെ എന്തെങ്കിലും ഫ്ലവർ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ അരളി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ ജിപ്സോ അങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറച്ചായിട്ട് വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ മുടഞ്ഞിട്ടുണ്ടതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് അരളിപ്പൂവും ജിപ്സവും കൂടി വെക്കാനൊക്കെ അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട്. അതെല്ലാതും ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് തലയിൽ ഉദിക്കുന്നത് അതേപോലെ ചെയ്യാന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഹെയറിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞോട്ടെ, നമ്മൾ പൂവ് വെക്കാൻ പോവാണ്. അപ്പോൾ അരളിപ്പൂ വെക്കാൻ പോവാണ്. പൂ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഒരു കുറച്ച് തമ്മിൽ ടച്ചൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മൂക്കുത്തി വെച്ചാൽ, അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട, നമ്മളെന്തായാലും കേരള ബ്രൈഡ് അല്ലേ ചെയ്യണം, അപ്പം മൂക്കുത്തി വെക്കേണ്ട, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ബാക്കിൽ പൂവിൻ്റെ പണിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നൈസായിട്ടുണ്ട് ഹെയറും, അതേപോലെ തന്നെ ആ ചുട്ടിയും ഐ മേക്കപ്പ് ഒക്കെ വന്നപ്പോൾ നല്ലൊരു ഭംഗി, എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയി തോന്നി ഞാൻ ചെയ്തതിൽ വെച്ചിട്ട്. ഇനിയപ്പോൾ കുറച്ച് ഫൈനൽ ടച്ചാണ്, കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ചേച്ചി എന്തൊക്കെയോ ഒന്ന് ഫൈനലായിട്ട് എന്തൊക്കെയോ ടച്ചപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഉല്ലാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്യാമറമാനാണ്. അവൻ്റെ വർക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ വർക്ക് കണ്ടിട്ടാണ് ഞാൻ ഞങ്ങളുടെ പിള്ളേരുടെ ബർത്ത്ഡേ ഷൂട്ടും അതേപോലെ തന്നെ പ്രീ ബർത്ത്ഡേ ഷൂട്ടും ഒക്കെ അവൻ്റെ ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ അതന്നെ പ്രഗ്നൻസി ടൈമിൽ ഞാനൊരു ബ്ലൂ ഗൗൺ ഇട്ടിട്ട് ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു, നീയൽ സംഗീതം എന്ന് പറഞ്ഞിട്ട്, അതും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഈ സാരി പർച്ചേസ് ചെയ്ത് നമ്മളെ പാഞ്ചാലി വസ്ത്രം എന്നാണ്, നമ്മുടെ മീഡിയൊക്കെ നടത്തുന്ന പാഞ്ചാലി വസ്ത്രം എന്നാണ്. പിന്നെ എനിക്ക് ജ്വല്ലറി നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ ഒരു ഷോപ്പുണ്ട്, വെഡ്ഡിങ് യൂണീക്ക് റെൻ്റൽ ജ്വല്ലറി എന്നിട്ട് അവിടെ നിന്നാണ്. അല്ല ഇത്രയും ഭംഗിയില്ലാത്ത കീർത്തന ഇത്രയും ഭംഗിയാക്കി തന്നതാരാണ് അത് പറ. പക്ഷെ സൂപ്പറായിട്ട് അടിപൊളി, എനിക്ക് അതിന് ഇഷ്ടമായി. ചേച്ചിനെ പൊക്കി പറയുന്നില്ല, ചേച്ചി ഞാൻ 2 വർഷം ചെയ്തിട്ടുള്ളൂ, പക്ഷെ എല്ലാവരും കണ്ടിട്ട് അടിപൊളിയാണ്. പിന്നെ ഇവിടെ വിശ്വസിച്ച് ഇവിടെ വരാം, അതിന് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര നീറ്റിലാ ചെയ്യാ, ഒന്നും ഭാര്യ കോരിയൊന്നും ഇടുന്നില്ല, എല്ലാം ഓരോരുത്തര ഫേസ് നോക്കിയിട്ടാണ് ചെയ്യാം. ഓരോരുത്തര ഫേസ് നോക്കിയിട്ടാണ് ചെയ്യാം. എന്നെ കാണുമ്പോൾ മനസ്സിലായിണ്ടോ. പിന്നെ പാർലറിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുട്ടാ, കുറച്ച് പോർട്രേറ്റ് ടൈപ്പിൽ ഫോട്ടോസ് ഒക്കെ എടുത്തു, മേക്കപ്പ് ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഉല്ലാസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് മേക്കപ്പിൻ്റെയും കുറച്ച് ഐ മേക്കപ്പിൻ്റെയും ഹെയറിൻ്റെ ഒക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വേണം നമ്മൾ ഔട്ട്ഡോർ പോകാനായിട്ട്. ഔട്ട്ഡോർ ആക്ച്വലി നമ്മൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല എവിടെ പോകണം എന്നൊക്കെ. ശരി ബൈ. ശരി ചേച്ചി ചേച്ചിക്ക് ആവശ്യമുള്ള കഴിച്ചിട്ടുണ്ട്, ബാക്കി നോക്കിയിട്ട് കഴിച്ചു. അപ്പോൾ ഇവിടുത്തെ ഷൂട്ട് നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ബായ് പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ. എവിടേക്ക് ഇറങ്ങണേന്ന് ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ. പക്ഷെ ഞങ്ങൾ കൂടൽമാണിക്ക് വിചാരിച്ചിട്ടുണ്ട്, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സീനാവുക, കാരണം ഇൻഡോറും ഒരു പ്ലേസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ദേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കൂടൽമാണിക്ക് ലക്ഷ്യം വെച്ച് നമ്മൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴയൊന്നുമില്ല, കുറച്ച് മഴക്കാറുള്ളൂ, പക്ഷെ വെയിലും ഇല്ല. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം. അപ്പം നമ്മളതേ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, ഞാൻ തൃശ്ശൂർക്കാരിയായിട്ട് പോലും. പക്ഷെ നല്ല രസമുണ്ട്, നല്ല വൈബുള്ള നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ളൊരു അമ്പലം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള വിഷമമായിരുന്നു. കുറച്ചുകൂടി ഒന്ന് പ്ലാൻ ചെയ്ത് വന്നിരുന്നെങ്കിൽ ഉള്ളിലൊക്കെ അത് കയറായിരുന്നു. അപ്പോൾ എന്തായാലും പുറത്തെ ഈ സീനൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ്.
അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസ് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ നിഖിൽനിക്കി 017 എന്നുള്ള പേജിൽ കയറുക. അതിൽ നമ്മുടെ ഉല്ലാസം എടുത്ത നമ്മുടെ ചേച്ചി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ഫോട്ടോസ് ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. എന്താണ് എന്ത് പറ്റി? മേക്കപ്പ് എങ്ങനെയുണ്ട്? കോവറാണോ? ഒരു ഓവറുമില്ല, ഒരു ഓവറുമില്ല. ഒരു മെഴുക്കൊക്കെ ഒരു മെഴുക്കില്ല. ശ്രീമോ രണ്ട് മോളെ തോണി കെട്ടിയോ? ഒന്നുകൂടി കെട്ടിയാലോ മോള? അതല്ല, നല്ല ഭംഗിയായി. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നമ്മുടെ വില്ലന്മാരൊക്കെ എണീറ്റ് കുത്തിരിക്കുകയായിരുന്നു. അച്ഛമ്മയും അച്ചാച്ചനും മുത്തിയമാമയും മാമനന്മാരൊക്കെ ഇട്ട് വശപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പേര്. പക്ഷെ അച്ഛനാണെങ്കിൽ എൻ്റെ മേക്കപ്പ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്കും അതെ, നല്ല രസമുണ്ട്, എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഒട്ടും ഓവറാവാണ്ട്. സാരി നല്ല ഭംഗിയുണ്ട്, മേക്കപ്പ് രസമുണ്ട്, ഓർണമെൻറ്റ്സ് ഒക്കെ അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് പൊക്കിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്കും ഒരു സമാധാനം. എനിക്കും ഇഷ്ടമായിട്ടോ. മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒട്ടും അച്ഛൻ പറഞ്ഞ പോലെ ഒലിക്കുക പിടിക്കുക സംഭവങ്ങളൊന്നും ഇല്ല. എനിക്ക് നന്നായിട്ട് ആപ്റ്റ് ആവുന്നുണ്ട്. ബാക്കിൽ നിന്ന് വെക്കാത്ത ഇവിടെ നോക്കുമ്പോ വലിക്കുമ്പോ വേറെ എടുക്കും എന്നോട് ഫ്രണ്ട്. സന്തോഷ നാളെ നമുക്ക് കാലത്ത് അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോവാം, അമ്മായിയുടെ വീട്ടിൽ പോവാം അല്ലേ? നമ്മളപ്പോൾ വരുമ്പോൾ മസാല ദോശ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എല്ലാവരും കൂടിയും കഴിക്കുന്നത്. അപ്പോൾ അതിനൂസാണെങ്കിൽ എന്നെ കണ്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ്. അമ്മ ഇത് എന്ത്, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി, അമ്മ വീട്ടിൽ ഈ കോലല്ലോ, അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാര്യം ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞു, എൻ്റെ തലയത്തെ ഈ ഭാരം ഒന്ന് ഇറക്കി വെച്ച് തരാം. കാരണം കുറേ സ്പ്രേയും സംഭവങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ചേച്ചി പരമാവധി സ്പ്രേ ഒക്കെ കുറച്ചേ ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേ പൂവിനൊക്കെ ഒരുപാട് സ്ലേഡൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് തരാണ്. ശരിക്കും മേക്കപ്പ് ഇടുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട്. നമുക്ക് തലയിലുള്ള സംഭവം കേട്ടോ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും ഇതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും എന്താ പറയുക ഭാരം കുറയും. അപ്പം മിക്കതും ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഇതേപോലെ ഷൂട്ട് ഉണ്ടായിരിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ അമ്മേനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുക. ഡ്രസ്സ് മാത്രം മാറി വരുള്ളൂ, തല അമ്മേനെ കൊണ്ടാണ് വീട്ടിൽ വന്ന് വൃത്തിയാക്കുക. ഞാൻ എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ, ഇന്നത്തെ ഒരു വീഡിയോ മേക്ക് ഓവർ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. നമുക്ക് ആദ്യം ഇതേപോലെയൊക്കെ പോകാനായിട്ട് വളരെ സുഖമായിരുന്നു. ഞാനും നിഖിൽ ചേട്ടൻ മാത്രം കൂടെ ഇറങ്ങിയാൽ മതി, കാറിൽ കയറിയാൽ മതി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമുക്ക് പിള്ളേരാകുമ്പോൾ പിള്ളേരെ കാര്യം നോക്കണം, അതിൻ്റെ ഇടയിൽ അവർക്ക് ഫുഡ് കൊടുക്കണം. അച്ഛനമ്മയാണ് മിക്കതും പിള്ളേരെ നോക്കുക.